അതെ, നമുക്കൊരു സാധനം അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 1 കിലോ സൈസിന് നാടൻ പേല അടിച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ഫ്രോഗിൽ തന്നെയാണ് കേട്ടോ. കാണിച്ചു തരാൻ പറ്റുമെന്ന് തോന്നി, എടുത്തിട്ടില്ല, അകത്ത് തന്നെ ഇരിക്കുന്നു. കുറേ ദിവസമായിട്ട് മീനൊന്നും അടിയുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ വേറൊരു പ്ലേസിൽ വന്നതാണ് കേട്ടോ. യെല്ലോ ഫ്രോഗാണ് നമ്മൾ ഉണ്ടാക്കിയ. ഒരു 4 സെൻറ്റിമീറ്ററിൻ്റെ ഫ്രോഗാണ്. സ്പിന്നൊക്കെ വന്നത് ഇതിലാണ്ടത്, ഇത് പറഞ്ഞ അടിച്ചാണ്. ഇത് ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് മീനാണ്. ഇന്നലെ സെറ്റ് ചെയ്തുകൊണ്ട് വന്ന് ഹുക്കൊക്കെ ഇട്ടിട്ട് ഇന്നിപ്പോൾ കിട്ടിയ മീനാണ്. ഓക്കെ, വേണ്ട ഈ ഫ്രോഗിലാണ് ഇപ്പോൾ മീൻ പിടിച്ചത്. യെല്ലോ കളറുള്ള ഫ്രോഗാണ്. ഉണ്ടായതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഫ്രോഗാണ്. നമുക്ക് നല്ല ഇതിൽ പ്രസ്സിങ് നമുക്ക് നന്നായിട്ട് കിട്ടും. അതായത് നന്നായിട്ട് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ലാറ്റക്സാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഹുക്ക് അതിനകത്ത് ബ്രാൻഡഡ് ഹുക്കാണ്, VMC ഹുക്കാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ മോഡലായിരിക്കുമല്ലോ നമ്മൾ പുറത്തോട്ട് ഇറക്കുന്നത്. വേറെ ഞാൻ തന്നെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഡിസൈൻ ചെയ്ത എൻ്റെ കൈ കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്ത ലൂറായിരിക്കും നമ്മൾ സെല്ല് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം അതിൻ്റെ ടൈമായിട്ടില്ല. അപ്പം ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ മീൻ പിടിച്ചാണ് കേട്ടോ. ഓക്കെ, പിന്നെ വേറൊരു സീൻ എന്ന് വെച്ചാൽ നമ്മളെ കോമ്പറ്റീഷൻ റോഡ് ഒടിഞ്ഞു കേട്ടോ. അതായത് നമ്മളെ കോമ്പറ്റീഷൻ കണ്ട ഈ ഒരു വശം, അതായത് ഈ ടിപ്പിൽ നിന്ന് ഇത്രയും താഴ്ത്ത് വെച്ചിട്ട് ഒടിഞ്ഞു പോയി. ആ റെസിന് ഉപയോഗിച്ചിട്ട്, എപ്പോക്സി റെസിന് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് വെച്ചേക്കണേ. ഇതിപ്പോൾ അതിലാണ് ഇപ്പോൾ മീൻ പിടിച്ചത്. അത് കോമ്പറ്റീഷൻ റോഡ് എടുക്കണവരെ ശ്രദ്ധയ്ക്ക്, ഇത് റഫ് യൂസിന് പറ്റിയ റോഡല്ല കേട്ടോ. ഭയങ്കര ഒരു ലൈറ്റ് ഗെയിമിന് പറ്റിയ റോഡാണ്. ഇത് പുഴയിൽ നമുക്ക് അത്യാവശ്യം ഒരു 3 കിലോ 4 കിലോത്തിൻ്റെ കാളാഞ്ഞ് പിടിക്കാനൊക്കെ അത്യാവശ്യം നല്ലതായിരിക്കും. ഡ്രാഗ് ഇട്ട് പിടിക്കാൻ. പിന്നെ സീറോ ഗൈഡ് വന്നുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ കെട്ട് വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ റഫ് യൂസിങ്ങിന് ഒരുപാട് വില കൂടിയ റോഡ് എടുക്കാതിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ലത്. കാരണം വില കുറഞ്ഞ റോഡ് എടുക്കണമെങ്കിൽ ഒടിഞ്ഞുകൊണ്ടെങ്കിൽ എത്ര രൂപയെ പോകുള്ളൂ നമ്മുടെ കയ്യിൽ നിന്ന്. അതുകൊണ്ടൊക്കെയാണ് ഈ ടൈപ്പ് റോഡ് നമ്മൾ എടുക്കുന്നതിൻ്റെ കാരണം. ഇത് ഏകദേശം ഒരു 1.5 മാസത്തോളം ഉപയോഗിച്ചിട്ടുള്ളൂ ഈ റോഡ്. അപ്പോഴേക്കും ഇങ്ങനത്തെ സീൻ കിട്ടി. ഇത് അറാൾഡേറ്റ് എന്നുള്ള കേട്ടോ. എപ്പോക്സി റെസിനാണ് യൂസ് ചെയ്തിരുന്നത്. എപ്പോക്സി റെസിനിട്ട് അടിച്ചിട്ട് അതിൻ്റെ പൊക്കത്തൂടെ കാർബൺ ഷീറ്റ് ഉപയോഗിച്ചിട്ട് കോട്ട് ചെയ്തേക്കാണ്. അങ്ങനെ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിരിക്കും. ഇപ്പോൾ റോഡ് ബിൽഡ് ചെയ്ത് തന്നതിനേക്കാളും ഇരട്ടി സ്ട്രോങ് ഉണ്ടാവും. അപ്പം അങ്ങനെ ചെയ്തിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. ഇത് വെച്ചാണ് ലിഫ്റ്റ് ചെയ്ത് കയറ്റിയാണ് ഇതിനൊക്കെ. വലിയ വീഡിയോ ഇപ്പോൾ ഫുൾ വീഡിയോ ഇപ്പോൾ ഇടാനിട്ടാണ്ടോ. ഇടാണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈലിൽ ഷൂട്ട് ചെയ്യേണ്ട പരിമിതി കൊണ്ടിട്ടാണ് നമ്മൾ എടുക്കാത്തത് വീഡിയോസ്. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല ക്യാമറയൊക്കെ എടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് വീഡിയോസൊക്കെ വരും. പിന്നെ അടുത്തതിനെ ഇട്ടോ നോക്കട്ടെ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ കാണാം.